ചില കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിച്ചു പോകും. ഒരു 3 മാസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എടുത്ത് അയച്ചു തന്ന വീഡിയോ ആണിത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നിട്ടും ഈ സിസ്റ്റത്തിന് യാതൊരു മാറ്റവുമില്ല. എന്റെ സുഹൃത്ത് അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അവിടെ കണ്ട കാഴ്ചകളും പുള്ളിക്കാരി പറഞ്ഞ ഓഡിയോ ക്ലിപ്പും ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാലും സാഹചര്യം എന്നെ കൊണ്ട് ഇടിയിപ്പിക്കും. അച്ഛന് വീണ്ടും അഡ്മിറ്റായ ദിവസം ഡോക്ടറെ കണ്ട് അഡ്മിഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സമയം 3:23. ആഹാരം കഴിക്കാൻ ഞാനും അമ്മയും ഓടിച്ചെന്നു. വിശന്നിട്ടാണേ. 1-ാം വാർഡിൽ ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ട്. അവിടെ 3:15 അടയ്ക്കുമത്രേ. അതുകൊണ്ട് പുറത്തിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞ് കതകടച്ചു. ബാത്റൂമിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു. നമ്മൾ മാത്രമല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അഡ്മിഷനും ഒക്കെ വേണ്ടി ഓടി നടന്ന് 10-20 മിനിറ്റ് താമസിച്ചവർക്കൊക്കെ ഇതാണ് ഗതി. ആരോട് പറയാൻ? ഓരോരോ നിയമങ്ങൾ. എന്താ അവസ്ഥ അല്ലേ? നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് ആദ്യം വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. മിക്ക രോഗികളും കിടക്കുന്നത് തറയിൽ. ഇത്രയും രോഗികൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. അതാണോ വേണ്ടത്? എന്തുകൊണ്ടാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും രോഗികൾ കൂടുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ ഒരു ചെറിയ പനി വന്നാൽ പോലും നേരെ റെഫർ ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട്. താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ രോഗികൾ കൂടുന്നത്. ഒരിക്കലും ബാത്റൂമിൽ പോലും നടന്നു പോകരുതെന്നാണ് പറഞ്ഞത്. വീൽ ചെയറിലെ പോവാവൂ, ഒരു ശകലം പോലും നടക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ 50 രോഗികളേക്ക് വാർഡിനകത്ത് മാത്രമേ ഉള്ളൂ. ഈ വാർഡിനകത്തുള്ള 50 രോഗികൾക്ക് ഒരു വീൽ ചെയറാണുള്ളത്. ഒരേ സമയം 2 പേർക്കോ 3 പേർക്കോ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ പോകുന്നത് അറിയത്തില്ല. അത്യാവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് ചിലപ്പം നടന്നു പോവേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ ഒരു രോഗി ആ പോയി കഴിഞ്ഞാൽ ആ രോഗിയോട് ചിലപ്പോൾ കുഴഞ്ഞു വീഴുകയും ചെയ്യും. അത്ര ഗതികെട്ടൊരവസ്ഥയാണ് മെഡിക്കൽ കോളേജിനകത്ത്. കാരണം ബെഡുകൾ പോലും എല്ലാം ഒടിഞ്ഞ ബെഡുകളാണ്. ഒരു ബെഡ് പോലും നേരാമണമുള്ള ഒറ്റ ബെഡില്ല, എല്ലാം ഒടിഞ്ഞ ബെഡാണ്. ഞാൻ കാണിച്ചത് ഈ ബെഡുകൾ തന്നെ ഇതേപോലെ പല ബെഡുകളും മൊത്തം അടി ദ്രവിച്ചിരിക്കുക. അതിന്റെ മേളിലാണ് ഈ ബെഡിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? വീൽ ചെയറുകളും ബെഡുകളും എവിടെയാണെന്ന് നോക്കിക്കേ. ഈ കാണുന്ന ബെഡുകളും വീൽ ചെയറുകളൊക്കെ ഇപ്പോൾ ഈ ഷെഡുകളിലാണ് കിടക്കുന്നത്. 50 രോഗികൾ കിടക്കുന്ന ഒരു വാർഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു വീൽ ചെയർ.